സമ്പൂർണ്ണമായി മലയോര നിയോജകമണ്ഡലം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മലയോരവുമല്ല, ഇടനാടുമല്ല, അല്ല പിന്നെ നഗരവുമല്ല, അതിനിടയ്ക്കുള്ള ഒരു ഇടനാട് പ്രദേശത്തുള്ള, എന്നാൽ കുറച്ചൊക്കെ മലയുടെ ഒരു സ്വാധീനമൊക്കെ ഉള്ള ഒരു മനോഹരമായ നിയോജകമണ്ഡലമാണ് അരുവിക്കര. അരുവിക്കര നിയോജകമണ്ഡലം നേരത്തെ ആര്യനാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആര്യനാട് നിയോജകമണ്ഡലമായിരുന്ന സമയത്ത് അവിടെ ജി കാർത്തികേയനായിരുന്നു ദീർഘകാലം MLA. കോൺഗ്രസ്സിലെ തിരുത്തൽ വാദവും ഒക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തല, MI ഷാനവാസ് അടക്കമുള്ളവരോടൊപ്പം ചേർന്ന് തിരുത്തൽ വാദമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും വളരെ വലിയ തോതിൽ മണ്ഡലത്തെ ശ്രദ്ധിക്കുകയും മണ്ഡലത്തിൽ എല്ലാവർക്കും ഒരു മറ്റൊരു ഉമ്മൻചാണ്ടി, ഒരു മിനി ഉമ്മൻചാണ്ടി ആയിരുന്നു ജി കാർത്തികേയൻ. GK എന്ന രണ്ടക്ഷരം, രാഷ്ട്രീയത്തിൽ GK എന്ന രണ്ടക്ഷരത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ RSP ആയിരുന്നു അവിടെ മത്സരിച്ചത്. അമ്പലത്തറ ശ്രീധരൻ നായർ അടക്കമുള്ള RSPക്കാരാണ് പലപ്പോഴും ഈ ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നത്. കാരണം RSPയുടെ ഒരു മണ്ഡലമാണ്. അത് പിന്നീട് CPM ഏറ്റെടുക്കുകയുണ്ടായി. CPM ഏറ്റെടുത്തതിന് ശേഷം പല ആളുകളും അവിടെ മത്സരിക്കുകയുണ്ടായി. ശബരിനാഥിനെതിരെ ഇപ്പോൾ അവിടുത്തെ സ്റ്റീഫൻ ആണ് അവിടുത്തെ MLA. സ്റ്റീഫനെതിരെ മത്സരിച്ചത് ശബരിനാഥാണ്. എന്നാൽ 2 പ്രാവശ്യം ശബരിനാഥ് അവിടെ MLA ആയിരുന്നു. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ജി കാർത്തികേയൻ അവർ മരിച്ചതിന് ശേഷമുള്ള ചെറിയൊരു പീരീഡും ഒരു ഉപതെരഞ്ഞെടുപ്പിലും അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് പിന്നെ M വിജയകുമാറിനെയാണ് തോൽപ്പിച്ചത്. പ്രഗത്ഭനായ സ്പീക്കറൊക്കെ ആയിരുന്ന M വിജയകുമാർ CPMൻ്റെ തിരുവനന്തപുരത്ത് തലയെടുപ്പുള്ള നേതാവായിരുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് മനുഷ്യച്ചങ്ങല എന്ന കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായി വയ്ക്കുകയും വലിയ വിജയമുണ്ടാക്കുകയും ചെയ്ത ഒരു നേതാവാണ് M വിജയകുമാർ. അന്നത്തെ ഉദിച്ചുയർന്ന താരമാണ്. പിന്നെ നശിച്ചുപോയി, അത് വേറെ കാര്യം, പൊളിറ്റിക്കലി നശിച്ചു പോയൊരു കഥാപാത്രമാണ്. ആ M വിജയകുമാറാണ് ആദ്യം പിന്നെ 2015 ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ മാർച്ച് 7 കാർത്തികേയൻ അവർ മരിച്ചു പോയപ്പോൾ ഉണ്ടായ പിന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് KS ശബരിനാഥാണ്. അതിനുശേഷം AA റഷീദ് അവിടെ മത്സരിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്ന AA റഷീദ് മത്സരിച്ചപ്പോഴും KS ശബരിനാഥനാണ് അവിടെ വിജയിച്ചത്. പിന്നെയാണ് ശബരിനാഥനും സ്റ്റീഫനും കൂടെ മത്സരിക്കുകയും സ്റ്റീഫൻ ജയിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ സിനിമാ നടൻ രാജസേനൻ, നടനും സംവിധാനമുള്ള രാജസേനൻ BJPക്ക് വേണ്ടി അവിടെ മത്സരിച്ചിട്ടുണ്ട്. BJPയുടെ ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന ശിവൻകുട്ടി അവിടെ മത്സരിച്ചിട്ടുണ്ട്. നമ്മുടെ ശിവൻകുട്ടി CPMൻ്റെ അല്ല, BJPക്ക് ഒരു ശിവൻകുട്ടി അവിടെ മത്സരിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. ശരിക്കു പറഞ്ഞാൽ അരുവിക്കര ആര്യനാട് മണ്ഡലം അരുവിക്കര ആയതിനു ശേഷം നെടുമങ്ങാട് താലൂക്കിൽപ്പെടുന്ന പ്രദേശങ്ങളാണ്. അരുവിക്കര ഗ്രാമപഞ്ചായത്ത്, അവിടെ തിരുവനന്തപുരം നഗരത്തിനാവശ്യമായ കുടിവെള്ളം കൊടുക്കുന്ന പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയുള്ള ഒരു നദിയാണ്, നദിയുടെ സ്ഥലമാണ് അരുവിക്കര. ആര്യനാട്, തൊളിക്കോട്, വിതിര, കുറ്റിച്ചൽ, പൂവച്ചൽ, വെള്ളനാട്, ഉഴമലയ്ക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നിട്ടുള്ളതാണ് അരുവിക്കര. അതിൽ അരുവിക്കര ആര്യനാട് എന്ന് പറയുന്ന പഞ്ചായത്ത് ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ തൊളിക്കോട്, വിതിര, കുറ്റിച്ചൽ, പൂവച്ചൽ എന്നൊക്കെ പൂവച്ചൽ ഭരിക്കുന്നത് UDF ആണ്. വെള്ളനാട് ഇപ്പോൾ വെള്ളനാട് ശശിയിലൂടെ LDF ആണ്. അല്ലെങ്കിൽ UDFന് വലിയ അപ്പർ ഹാൻഡുള്ള ഒരു പഞ്ചായത്താണ് വെള്ളനാട് ഗ്രാമപഞ്ചായത്ത്. പക്ഷേ വെള്ളനാട് ശശി ഡിപ്പെൻഡ് ചെയ്താണ് പലപ്പോഴും അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളനാട് ശശി CPMലാണ്. വെള്ളനാട് ശശിയാണ് പ്രസിഡൻറ്റ്. ഉഴമലയ്ക്കൽ, വിതുര പഞ്ചായത്ത് CPMും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. കുറ്റിച്ചൽ കേരള ദളിത് പാർട്ടി പോലും KDP പോലും ഭരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. കുറ്റിച്ചലിൽ വലിയ പിന്നോക്ക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും ആദിവാസികളും ഒക്കെ ധാരാളമുള്ളൊരു പഞ്ചായത്താണ് കുറ്റിച്ചൽ പഞ്ചായത്ത്. തൊളിക്കോട് മുസ്ലിങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ UDFും ഭരിച്ചിട്ടുണ്ട്, LDFും ഭരിച്ചിട്ടുണ്ട്. ആര്യനാട് ഞാൻ പറഞ്ഞു ഇപ്പോൾ UDF ആണ്. നേരത്തെ ബിജു മോഹൻ എന്ന് പറയുന്ന LDFകാരനായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ LDFും ഭരിച്ചിട്ടുണ്ട്, UDFും. ഉഴമലയ്ക്കൽ UDFും ഭരിച്ചിട്ടുണ്ട്, LDFും ഭരിച്ചിട്ടുണ്ട്. പൂവച്ചൽ ഇപ്പോൾ UDF ആണ്, നേരത്തെ LDF ആയിരുന്നു. 2 കൂട്ടരും ഭരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരുവിക്കര പറഞ്ഞു. അപ്പോൾ എല്ലാ ഈ പഞ്ചായത്തുകളിലും UDFിൻ്റെയും കുത്തകയല്ല, LDFിൻ്റെയും കുത്തകയല്ല. ഇപ്രാവശ്യം 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് സ്റ്റീഫൻ, നേരത്തെ തന്നെ അവിടെ മത്സരിച്ച സ്റ്റീഫൻ മത്സരിച്ചതോടുകൂടി ആ മണ്ഡലത്തിൽ 3 സമുദായങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന് നാടാർ കമ്മ്യൂണിറ്റി, വളരെ വലിയ പ്രമുഖമായൊരു സ്ഥാനമുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് നായർ കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിയും മോശമല്ലാത്ത തരത്തിലുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറവാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളത് നാടാർ സംവിധാനത്തിലേക്ക് പോകുന്ന നാടാർ ക്രിസ്ത്യനാണ് ഉള്ളത്. നായർ സമുദായമുണ്ട് അവിടെ. അതുപോലെ തന്നെ പിന്നെ
മുസ്ലിം കമ്മ്യൂണിറ്റിയുമുണ്ട്. ഈ സ്റ്റീഫൻ ജയിച്ചത് ഒരു നാടാർ കൺസോൾട്ടേഷനിലൂടെയാണ് എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. പിന്നെ മാത്രമല്ല കെ ശബരിനാഥിൻ്റെ പ്രവർത്തനങ്ങളോട് അത്ര ഒരു താല്പര്യവും ജനങ്ങൾ കാണിച്ചില്ല. ഇപ്രാവശ്യം മത്സരിക്കുന്ന മനോഹരമായ 3 സ്ഥാനാർത്ഥികളാണ്. സ്റ്റീഫൻ വീണ്ടും മത്സരിക്കുന്നു. കാട്ടാക്കടയിൽ നിന്നുള്ള ജി സ്റ്റീഫൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അരുവിക്കരയിൽ 2ാം ടേമിന് വേണ്ടി ജി സ്റ്റീഫൻ മത്സരിക്കുന്നു. സ്റ്റീഫനോടൊപ്പം എതിർത്ത് മത്സരിക്കുന്ന ആളും ചില്ലറക്കാരനല്ല. VS ശിവകുമാർ പഴയ മന്ത്രിയാണ്. നേരത്തെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആൻ്റണി രാജുവിന് മുമ്പേ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാവാണ്. നായർ കമ്മ്യൂണിറ്റിയുമായും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായും വലിയ ബന്ധമുള്ള VS ശിവകുമാറാണ് അടുത്ത കാൻഡിഡേറ്റ്. ഇനി മൂന്നാമത് BJP സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും സർപ്രൈസ് കാൻഡിഡേറ്റുകളെ കൊണ്ടിറക്കുകയും കൃത്യമായി അരുവിക്കരയിൽ നിന്നോ തിരുവനന്തപുരം ജില്ലയിൽ നിന്നോ അവർക്കൊരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പലപ്പോഴും കഴിയാത്തൊരു മണ്ഡലമാണ് അരുവിക്കര. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. നെടുമങ്ങാട്, അരുവിക്കര, കാട്ടാക്കട ഭാഗത്തു നിന്ന് BJP നേതാക്കളെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഒരുപാട് സംവിധാനങ്ങളുള്ള പഞ്ചായത്തുകളാണത്. പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിവേക് ഗോപനാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം സീരിയൽ നടനാണ്. പരസ്പരം എന്നൊക്കെ പറയുന്ന സീരിയൽ ദീപ്തി IPSൻ്റെ കൂടെയൊക്കെ മത്സരിച്ച് വലിയ കേരളത്തിൻ്റെ സ്ത്രീകളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള വിവേക് ഗോപനാണ് BJP സ്ഥാനാർത്ഥി. പക്ഷേ മത്സരം വിവേക് ഗോപൻ അവിടെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. മത്സരം സ്റ്റീഫനും VS ശിവകുമാറും തമ്മിലാണ്. ഇനി ഒന്നുകൂടി സൂക്ഷ്മതലത്തിൽ പറഞ്ഞാൽ നാടാർ കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വേർതിരിവുകളുടെ ഇടയിലാണ് മത്സരം നടക്കുന്നത്. സ്റ്റീഫൻ അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ, ഒന്ന്, പിണറായി വിജയന് തുടർഭരണം കൊടുക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു ആനുകൂല്യം സ്റ്റീഫന് കിട്ടും. രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി സ്റ്റീഫന് കൊടുക്കാമെന്ന് വിചാരിച്ചാലും ആനുകൂല്യം കിട്ടും. നാടാർ കമ്മിറ്റിയുടെ കൺസോൾട്ടേഷൻ ഒന്നുകൂടി നടന്നാലും കൃത്യമായി കിട്ടും. അതേസമയം കാട്ടാക്കടയിൽ MR ബൈജുവും നെയ്യാറ്റുകളിൽ ശക്തനും മത്സരിക്കുമ്പോൾ അവർ രണ്ടുപേരും നാടാർ കമ്മ്യൂണിറ്റി ഉള്ളവരായതുകൊണ്ട് അവർക്ക് വെള്ളനാട് ഭാഗത്തെയും അരുവിക്കര മണ്ഡലത്തിലെയും നാടാർ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ, ഞങ്ങൾ 2 നാടാർമാർ മത്സരിക്കുന്നു, നിങ്ങളും ഞങ്ങൾക്ക് അതുകൊണ്ട് VS ശിവകുമാറിന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അതിൽ കുറേ വോട്ട് കൂടി പിടിക്കാൻ ശിവകുമാറിന് കഴിഞ്ഞാൽ, നായർ വോട്ടുകൾ നിലനിർത്താനും മുസ്ലിം വോട്ടുകൾ നിലനിർത്താനും ഒക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും VS ശിവകുമാർ ജയിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കുമോ നമുക്കറിയില്ല. എന്തായാലും 3 പേരിൽ 2 പേരാണ് മത്സരത്തിലുള്ളത്. വിവേക് ഗോപന് വലുതായിട്ടൊന്നും അവിടെ ചെയ്യാനില്ല. കുറേ 10, 20, 30,000 വോട്ട് ചിലപ്പോൾ പിടിക്കുമായിരിക്കും. പക്ഷേ അതിന് ഉപരിയായി സ്റ്റീഫനാണോ VS ശിവകുമാറാണോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. 2 പേരും നല്ല സ്ട്രാറ്റജിസ്റ്റുകളാണ്. പൊളിറ്റിക്കലി 2 പേർക്കും ഇരുത്തം വന്നവരാണ്. 2 പേരും തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ജയിച്ചിട്ടുള്ളവരാണ്. വിന്നബിലിറ്റി ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫനാണോ VS ശിവകുമാറാണോ അരുവിക്കരയുടെ പ്രതിനിധിയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.